മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണോ. ഇന്ന് നമുക്കൊരു പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോവാട്ടോ. എനിക്കും അല്ല വിഷ്ണുവിനും അല്ല, യുവി ബോയ്ക്ക് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി നമുക്കൊന്ന് പോവാം. ഇവിടെ ഡെൻഹാഗിലുള്ള എംബസിയിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2 മണിയാകുമ്പോൾ നമുക്ക് അവിടെ എത്തണം. ഞാനും വിഷ്ണുവും ഇവിടെ നെതർലൻഡ്സിൽ ഡെലിവറി പ്ലാൻ ചെയ്ത കാലം തൊട്ട് എനിക്ക് കുറേ വന്ന മെസ്സേജസും കമൻസും ആയിരുന്നു. നിങ്ങൾ എന്തിനാണ് നെതർലൻഡ്സിൽ ഡെലിവറി പ്ലാൻ ചെയ്തത്? ഇവിടെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡച്ച് സിറ്റിസൺ ആവും, ഇവിടുത്തെ പാസ്പോർട്ട് കിട്ടുന്നുള്ളതുകൊണ്ടാണോ എന്ന്. അപ്പോൾ അതിനുള്ള ഒരു പ്രോപ്പർ ആൻസറും കൂടെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 10:30 ആയിട്ടുണ്ട്. രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, രാവിലത്തെ പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. വിഷ്ണു കുറച്ച് ഫോട്ടോസ്റ്റാറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇവൻ്റെ തമ്പ് ഇംപ്രഷനൊക്കെ വേണം, അപ്പോൾ അതിൻ്റെ ആ ഒരു ഇങ്ക് പാഡ് വാങ്ങിക്കാനും കൂടെയാണ് വിഷ്ണു പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം 1-1.5 മണിക്കൂറിൽ ഇവിടെ നിന്ന് ഇറങ്ങും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 30 മിനിറ്റ് ഉണ്ട് കേട്ടോ ഡെൻഹാഗിൽ എംബസിയിലോട്ട്. അപ്പോൾ അവിടെ പോയി നമുക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് കാലത്തിനുള്ളിൽ നമുക്ക് പാസ്പോർട്ട് കിട്ടുമായിരിക്കും. അപ്പോൾ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ്. ബേബി ഷോപ്പിംഗിൽ മിസ്സായി പോയൊരു വലിയ സംഗതിയായിരുന്നു കേട്ടോ ഡയപ്പർ ബാഗ്. അതായത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇവന്റെ ബേസിക് സംഗതികൾ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബാഗ്. അതായത് ഇവന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ചിങ് മാറ്റ്, പിന്നെ ഡയപ്പർ, വെറ്റ് വൈപ്സ്, ടിഷ്യൂ, ഹൈഡ്രോഫില്, അങ്ങനത്തെ ഇവന്റെ ബേസിക് കാര്യങ്ങൾ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബാഗ്. അത് മിസ്സായി പോയെന്ന് മുഴുവൻ പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഞാൻ കുറെ നോക്കി ഷോർട്ട് ലിസ്റ്റ് ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്ട്രോളർ വാങ്ങിക്കാന്ന് വിചാരിച്ച്, എന്നാൽ സെയിം കളർ തന്നെ വാങ്ങിക്കാന്ന് വിചാരിച്ച് അത് നീണ്ടുപോയി. പിന്നെ സ്ട്രോളർ കഴിഞ്ഞപ്പോൾ ഞാൻ മറന്നുപോയി, അതുകൊണ്ട് അത് വാങ്ങിക്കലുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മള് ഇവന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തു പോയി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സമയത്ത് തന്നെ വെറ്റ് വൈപ്സ് എടുക്കാൻ വേണ്ടി മറന്നു. അതുകൊണ്ട് ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി വെറ്റ് വൈപ്സ് എടുത്ത് വാങ്ങിക്കണോ എന്നുള്ള പ്ലാൻ വന്നു. അപ്പോൾ നമുക്ക് തിരിച്ചു വരാമെന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ആകമൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടായിരുന്നു. തിരിച്ചു വന്ന് ഞാൻ ഫസ്റ്റ് ചെയ്തത് നമ്മൾ ഡയപ്പർ ബാഗ് ഓർഡർ ചെയ്യലായിരുന്നു. പക്ഷെ അത് എത്താൻ ഒരാഴ്ച സമയമെടുക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ പുറത്തു പോകുമ്പോൾ ഞാൻ താഴത്തെ ഫ്ലോറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡയപ്പർ കാഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് താഴത്തുനിന്ന് നമ്മൾക്ക് ഇപ്പൊ ഇവന്റെ ഡയപ്പറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ഇവന്റെ ബേസിക് സംഗതികൾ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു സെറ്റപ്പ്. അപ്പൊ ഇതെടുത്ത് നമുക്ക് ഇന്ന് പോവാം. അപ്പോഴേക്ക് നമ്മൾ ഡയപ്പർ ബാഗ് വരുമായിരിക്കും. അപ്പോഴേക്ക് അതിൽ സംഗതികൾ നമുക്ക് വെക്കുകയും ചെയ്യാം. ഇതിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള ഇവന്റെ ആവശ്യത്തിനുള്ള സംഗതികളാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഡയപ്പർ, വെറ്റ് വൈപ്സ്, ഹൈഡ്രോഫില്, സാധാ ടിഷ്യൂ, പിന്നെ ഇത് ഫോർമുല നമുക്ക് മെഷർ ചെയ്ത് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ ബോട്ടിലാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ന്യൂ ബോൺസിന് ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലുണ്ടായിരുന്ന ഒരു ബോട്ടിലാണ് ഇത്. സെയിം ബോട്ടിൽ തന്നെയാണ് കേട്ടോ ഞാനും വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതും അങ്ങനത്തെയൊക്കെ വെച്ചിട്ട് ബേസിക് നമ്മുടെ സംഗതികൾ വെച്ചിട്ടുള്ള ഈ ഒരു ബാഗ് നമുക്ക് എടുക്കാം. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റിയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എനിക്ക് പേഴ്സണലി ഒക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, എന്തായി അതിന്റെ കാര്യങ്ങള്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എഫക്റ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ വ്ളോഗ് വഴി ഷെയർ ചെയ്യാം. ചെറുതായിട്ട് ഗ്രാഫ് മോളിക്ക് പോകുന്നത് പോലെ നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ എന്നാലും എന്റെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാല് കൊണ്ട് മാത്രം അവന്റെ വിശപ്പ് മാറുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ മിക്സ് ഓഫ് ഫോർമുല ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ് സ്റ്റിൽ നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പുറത്തു പോകുമ്പോൾ ഈ ഒരു സംഗതി ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എന്തായാലും ഞാൻ ഇതിൽ വെക്കുന്നത് എന്തൊക്കെയാണെന്ന് കാണിക്കാം. എന്നിട്ട് ഞാൻ പെട്ടെന്ന് പോയി റെഡി ആവട്ടെ. വിഷ്ണു ഒരു 12 ആകുമ്പോൾ തിരിച്ചെത്തും. നമുക്കൊരു 12:30, 12:45 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നിട്ട് ഏകദേശം ഒരു 30 മിനിറ്റ് ഡ്രൈവ് നമുക്കുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്കും വിഷ്ണുവിനും നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇവൻ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമെന്ന് താല്പര്യമുള്ള പേരൻസ് ആയിരുന്നു കേട്ടോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 വീക്സ് ആയി കഴിഞ്ഞിട്ടും ഇവന് വേണ്ടത്ര പാല് എൻ്റെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇനീഷ്യലി ഒരു 1 വീക്ക് ഞാൻ പാലുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്തെങ്കിലും സെക്കൻഡ് വീക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ റിയാലിറ്റിയിലോട്ട് വന്നു തുടങ്ങി. ചിലപ്പോൾ എൻ്റെ ബോഡി കുറവ് പാല് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോഡി ആയിരിക്കാം. നമ്മൾ ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതും ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നതും രണ്ടും രണ്ട് കാര്യമാണല്ലോ. അപ്പോൾ തുടക്കത്തിലൊക്കെ എനിക്ക് ഇവനെ മുഴുവൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് അത്യാവശ്യം വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ എന്നെ പോലെ ബ്രസ്റ്റ് മിൽക്ക് കുറവുള്ള ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എങ്ങനെ ഞാൻ ഇനീഷ്യലി എടുക്കണം എന്നുള്ളത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഈ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ ചുറ്റുമുള്ള ആരും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല കേട്ടോ.
പക്ഷെ എന്നാലും നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്ന ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ചില ആൾക്കാരുടെ കുപ്പായം നമ്മുടെ മനസ്സ് തന്നെ സ്വന്തം എടുത്തിടും. എന്നിട്ട് ഒരാവശ്യമില്ലാത്ത പല തോട്ട്സും പല ചിന്തകളും എൻ്റെ മനസ്സ് തന്നെ എന്നെ കൊണ്ട് ചിന്തിപ്പിക്കുകയായിരുന്നു. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു 4-5 ദിവസമായിരുന്നു. എല്ലാവരും പറയുന്നത് പോലെ കുറേ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു. പിന്നെ അതേപോലെ ഇവിടെ ലാക്ടേഷൻ എക്സ്പേർട്ട് പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. കുട്ടീനെ കൊണ്ട് ലാച്ച് ചെയ്യിപ്പിക്കുന്നതും അത് കഴിഞ്ഞ് നമ്മൾ പമ്പ് ചെയ്യിക്കുന്നതുമായിട്ടുള്ള 8-9 തവണ നമ്മൾ മിനിമം സ്റ്റിമുലേറ്റ് ചെയ്യിക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഫോളോ ചെയ്തു. പക്ഷെ എന്നിട്ടും ആദ്യത്തെ ഒരു 2 വീക്സിലൊന്നും എനിക്ക് വലിയ ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇതൊക്കെ നമുക്ക് നല്ല സ്ട്രെസ്സ് തരുന്നുണ്ടായിരുന്നു. ഈ സ്ട്രെസ് എന്നുള്ള കാര്യം ഒരു രീതിയിലും നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ലേറ്റർ ഏതോ ഒരു പോയിന്റ് ഞാൻ തീരുമാനിച്ചു, ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. നമുക്ക് ഒരു ചോയ്സ് ഉണ്ടായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമല്ല ഇത്. എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവാകുമ്പോൾ എൻ്റെ ബോഡി അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ഇവൻ ഇപ്പോൾ ഫോർമുല കൊടുക്കുക എന്നുള്ള ഒരു ഓപ്ഷനെങ്കിലും എനിക്കുണ്ടല്ലോ, ഇവൻ്റെ വിശപ്പ് മാറുന്നുണ്ടല്ലോ. ആ ഒരു കാര്യത്തിൽ ഞാൻ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കണ്ടുപിടിക്കാനും സന്തോഷം കണ്ടുപിടിക്കാനും വേണ്ടി തുടങ്ങിയപ്പോൾ എൻ്റെ സ്ട്രെസ് അത്യാവശ്യം നന്നായി കുറഞ്ഞായിരുന്നു കേട്ടോ. ഇനി സ്ട്രെസ്സ് കുറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല, കഴിഞ്ഞ ഒരു 2-3 ഡേയ്സ് ആയിട്ട് എനിക്ക് അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ് ബ്രസ്റ്റ് മിൽക്കിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ കറണ്ട് സ്റ്റേറ്റസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ ഒരു ജേർണി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നാളെ എങ്ങനെയാണ് ഈ ജേർണി മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാനും അമ്മയും കൂടെ ഇവനെ ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചു. ഇനി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് പാലൊക്കെ ഒന്ന് കൊടുക്കാം. ഇവൻ ജനിച്ചപ്പോഴുള്ള സൈസിനേക്കാളും ഒരു സൈസും കൂടെ യുബി ബോയ് വലുതായിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ തൊട്ട് വലിയ സൈസാണ് ഡ്രസ്സൊക്കെ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ അധിക നേരം അമ്മേനോട് പറ്റുകയാണെങ്കിൽ വാരി തരാൻ പറയൂ കേട്ടോ. ഒരേ ഭക്ഷണം ഞാൻ കഴിക്കുമ്പോഴും അമ്മ വാരി തരുമ്പോഴും രണ്ട് ടേസ്റ്റാണ്. ചിലപ്പോൾ അമ്മയ്ക്ക് വാരി തരാൻ താല്പര്യമില്ലെങ്കിൽ ചീത്ത പറഞ്ഞൊക്കെ വാരി തരാം കേട്ടോ. പക്ഷെ എന്നാലും ആ ഉരുളയ്ക്ക് നല്ല ടേസ്റ്റാണ്. നമ്മൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയി കേട്ടോ. രാവിലെ തന്നെ യുവി ബോയുടെ കാര്യം ഞാനും അമ്മയും കൂടെ റെഡിയാക്കി കുളിപ്പിച്ചെല്ലാം കിടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി പോകുമ്പോൾ ഫീഡ് ചെയ്താട്ടോ കിടത്തിയത്. ഇനി നമ്മൾ ഏകദേശം ഒരു 1/2 മണിക്കൂറിൽ ഇറങ്ങും. അപ്പം ഇനി അവനെ എടുത്ത് ഇറങ്ങിയാൽ മതി, അവൻ ഉറങ്ങാനേ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ, നമ്മൾ പ്ലാൻ ചെയ്യണ പോയൊന്നും പോകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു ഫോട്ടോസ്റ്റാറ്റും കാര്യങ്ങളും പ്രിന്റും ഒക്കെ എടുത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനും കൂടെ ഒന്ന് പെട്ടെന്ന് റെഡിയായി നമുക്ക് ഷടപടയെന്ന് ഇറങ്ങാം. കുറച്ച് കാലത്തിന് ശേഷം ജീൻസ് ഇടുമ്പോൾ ഒരു സുഖം കേട്ടോ. ശരിക്കും നമുക്ക് പ്രഗ്നൻസി ജീൻസ് ഒക്കെ ഇടായിരുന്നു. എനിക്ക് പ്ലാനും ഉണ്ടായിരുന്നു ഇടണമെന്ന്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്നെങ്കിൽ നമ്മുടെ ഉള്ള ജീൻസ് തന്നെ നമുക്കൊരു പ്രഗ്നൻസി എക്സ്റ്റൻഷൻ വെച്ചിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ജീൻസ് വാങ്ങിക്കുകയും ചെയ്യാം. പക്ഷെ ഞാൻ അധികം ഡ്രസ്സാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് ഇഷ്ടമല്ലാതെ ഒരു പ്രഗ്നൻസി ലെഗിൻ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതായിരുന്നു ഞാൻ കൂടുതൽ ഇടുന്നുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഒരു പ്രഗ്നൻസി ഷൂട്ടിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് ഓർമ്മയില്ല, എനിക്ക് പറഞ്ഞ കാര്യങ്ങൾ പകുതി എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ വാങ്ങിയ ഒരു ജീൻസാണ് ഇത്. ഇത് H&M വാങ്ങിയതാട്ടോ. H&Mൽ ഇപ്പോൾ നല്ല ജീൻസ് ഉണ്ട്. അതായത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്കൊരു ജീൻസിന്റെ ഹെവിനെസ് തോന്നാത്ത രീതിയിലുള്ള ജീൻസ്. അമ്മൂച്ചി പറഞ്ഞിട്ട് ഞാൻ പോയി നോക്കിയതായിരുന്നു. അങ്ങനെ എനിക്ക് H&M കിട്ടിയ ഒരു ജീൻസാണ് കേട്ടോ. നല്ല വൈഡ് ലെഗ് ആയിട്ടുള്ള ഒരു ജീൻസാണ്. ഒരു ഈ കാണുന്ന ഷെയ്ഡ്, ഈ കളർ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, കണ്ടാൽ മനസ്സിലാവുന്നില്ലേ. അപ്പോൾ ഈ ഒരു ജീൻസിന്റെ ഒപ്പം നമുക്ക് ഈ ഒരു വൈറ്റ് ഷർട്ട് നമുക്ക് പെയർ ചെയ്യാം. ഞാൻ ലൂസ് ആയിട്ടുള്ള കുറച്ച് 1-2 ഷർട്ട് ഞാൻ ഈ ഒരു തവണ വാങ്ങിച്ചു കേട്ടോ, ഫ്രണ്ട് ഓപ്പൺ വരുന്ന രീതിയിലുള്ള. അപ്പോൾ നല്ല സുഖം ഇടപെടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഫ്രീ ആണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇട്ടിട്ട് വരാം. ഓക്കെ. ഇവിടെ ഇന്ത്യൻ എംബസിയിൽ പെട്ടെന്ന് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടില്ല അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല കേട്ടോ. ഇതെന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ കുറേ നോക്കിയിരുന്ന് കിട്ടിയൊരു അപ്പോയിൻമെൻ്റ് ആയിരുന്നു. 2:15 അപ്പോയിൻമെൻറ്റ്. നമ്മൾ നേരത്തെ എത്രയോ റെഡി ആവാൻ തുടങ്ങിയെങ്കിലും ഇറങ്ങാൻ നേരത്തെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവനെയും വെച്ച് ഇറങ്ങുന്നത് നമുക്ക് പുതിയൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് ഇറങ്ങാൻ നേരത്തുള്ള കുറച്ച് കൺഫ്യൂഷൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഷൂ എല്ലാം വാരി വലിച്ചിട്ട് ഷടപടയെന്ന് പറഞ്ഞ് ഇറങ്ങിക്കുകയായിരുന്നു. ഈ അപ്പോയിൻമെൻറ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം പാസ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഒക്ടോബറിലോ നവംബറിലോ നാട്ടിലോട്ട് വരാനായിട്ട് പറ്റുള്ളൂ. മുന്നേ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് എനിക്ക് സ്ഥിരമായിട്ട് മൈഗ്രെയിൻ ആയിരുന്നു. ഒരാൾ ജനിക്കുക തലവേദനയോട് കൂടെയാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് കുറച്ച് തണുപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മൈഗ്രെയിൻ അങ്ങനെ അധികം വരാത്തൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ സമ്മറിൽ 1-2 തവണയൊക്കെ വരും. ഇന്ന് എന്തായാലും നല്ല മൈഗ്രെയിൻ ഉള്ളൊരു ദിവസമാണ്. പക്ഷേ ഇന്നത്തെ മൈഗ്രെയിൻ്റെ ഒരു പ്രത്യേകത സൈനസ് ആണോ മൈഗ്രെയിൻ ആണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നെതർലാൻഡ്സിൽ ഡെൻഹാഗ് അല്ലെങ്കിൽ ഹേഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇന്ത്യൻ എംബസി വരുന്നത്. അപ്പോൾ നമ്മളിത് ഹേഗിലെത്തിയിട്ടുണ്ട്. കാറ് നിർത്തിയ ഇവൻ അപ്പം ചെറുതായി കരഞ്ഞു തുടങ്ങി. ചെറുതായല്ല, ചില സമയത്ത് മൂടുണ്ടെങ്കിൽ നന്നായി കരയും. ഇന്ന് ആദ്യമായിട്ടാണ് ഈ സ്ട്രോളർ പുറത്തിറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവൻ ഫസ്റ്റ് ടൈമാണ് ഈ സ്ട്രോളറിൽ. വിഷ്ണു ഇവിടെ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എല്ലാം കേട്ടോ ആ ഒരു ബാക്ക് പാക്കിൽ എടുത്തിട്ടുള്ളത്. ഇത്ര കൂലങ്കൃഷിതമായ ഒരു കാര്യം നോക്കണേ കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ പിള്ളേരെയൊക്കെ കൊണ്ട് കുറേ സ്ട്രോളറിൽ നടക്കാനൊക്കെ പോകുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കിത് പുതിയൊരു കാര്യമൊന്നുമല്ല, മുന്നേ ഉപയോഗിച്ച ചെറിയൊരു ശീലമൊക്കെ ഉണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് ഇവനെ ഇങ്ങനൊരു
സ്ട്രോളറിലിരുത്തി കൊണ്ടുപോകുന്നത് കേട്ടോ. ഞാനിവിടെ വന്നപ്പോൾ തൊട്ടിട്ട് പിള്ളേരിങ്ങനെ പേരൻസ് കൊണ്ടുപോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു ഭയങ്കര ഒരു ഫസ്റ്റ് ടൈം ഇമോഷൻ തരുന്നൊരു സംഗതി. ആദ്യമായിട്ട് ഇവനിരുത്തി ഇനി ഞാൻ ഇവനും കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കറങ്ങാനൊക്കെ പോണ്ട ചൊങ്കപ്പ. ഞാൻ ഒന്ന് വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട്, ഡച്ച് പാസ്പോർട്ട് എങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമുക്ക് ഡച്ച് പാസ്പോർട്ട് എടുക്കാൻ പറ്റുക, ഇന്ത്യൻ പാസ്പോർട്ട് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് വിചാരിച്ചു. പക്ഷേ തലവേദന ലേറ്റ് ആവലും എല്ലാം കൂടെ നടന്നില്ല. തിരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തായാലും നമ്മളുടെ ഇന്ത്യൻ എംബസിയിലാണ് കേട്ടോ വന്നിട്ടുള്ള ഡെൻഹാഗുള്ള. ഇവന് ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ രണ്ടുപേരും ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് തന്നെയാണ് ഇവിടെയാണ് ജനിച്ചതെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ. നമുക്കിവിടെ സാധാരണക്കാളും കുറച്ചും കൂടെ വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും എല്ലാ ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്തു. ഇനി എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് പാസ്പോർട്ട് കിട്ടുമായിരിക്കും. ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തൊട്ട് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം കേട്ടോ ഇപ്പോൾ പറയാൻ വേണ്ടി പോണേ. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ഡെലിവറി എന്ന് പറഞ്ഞ സമയം തൊട്ട് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ ചോദിക്കേണ്ടായിരുന്നു ഇവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുമെന്ന്. നെതർലൻഡ്സിലെ റൂള് പ്രകാരം അങ്ങനെ ഒരു റൂളില്ല കേട്ടോ. വേറെ പല കൺട്രീസിലും ആ ഒരു റൂളുണ്ട്, അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുക എന്നുള്ളത്. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും ഏതെങ്കിലും ഒരാളുടെയെങ്കിലും നാഷണാലിറ്റി ഡച്ച് ആണെങ്കിൽ മാത്രമാണ് കുട്ടിക്ക് ഡച്ച് സിറ്റിസൺഷിപ്പ് കിട്ടുള്ളൂ. ഇനി ഡച്ച് സിറ്റിസൺഷിപ്പ് നമുക്ക് ഇന്ത്യൻസിനോ അല്ലെങ്കിൽ വേറെ നാഷണാലിറ്റിയിലെ ആൾക്കാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ മിനിമം 5 കൊല്ലെങ്കിലും നെതർലൻഡ്സിൽ നിൽക്കണം. 6 മാസത്തിൽ കൂടുതൽ ബ്രേക്ക് വരാൻ പാടില്ല. നമ്മൾ നാട്ടിൽ പോയിട്ട് നിൽക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിൽ പോയി നിൽക്കാൻ പാടില്ല. ഈ 5 കൊല്ലം കഴിയുമ്പോഴേക്ക് ഇൻബർഹറിംഗ് എന്ന് പറഞ്ഞിട്ട് ഡച്ചിൻ്റെ ഒരു എക്സാം ഉണ്ട്. ആ എക്സാം നമ്മൾ എഴുതി പാസ്സാവണം. അത് 5 എക്സാമാണ്. റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ഇവിടുത്തെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന വേറൊരു എക്സാം. അങ്ങനത്തെ ഒരു 6 പേപ്പർ ഉണ്ട്. നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു പേപ്പറിന് നമുക്കൊരു എക്സംഷൻ കിട്ടും. അപ്പോൾ അത് എഴുതി പാസ്സായാൽ മാത്രമാണ് നമുക്ക് ഡച്ച് PR-ന് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് അപ്ലൈ ചെയ്ത് നമ്മളൊരു സിറ്റിസൺ ആണെങ്കിൽ, ഏതെങ്കിലും ഒരാൾ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ ഇവന് ഡച്ച് സിറ്റിസൺഷിപ്പ് കിട്ടും. പക്ഷെ നമ്മുടെ കേസിൽ നമ്മൾ രണ്ടുപേരും ഇന്ത്യൻസ് ആണ്. നമ്മൾ 5 കൊല്ലം കംപ്ലീറ്റ് ചെയ്തിട്ട് 5 കൊല്ലത്തിനുള്ളിൽ തന്നെ നമ്മൾ എക്സാം എഴുതി ക്ലിയർ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എക്സാം എഴുതിയിട്ട് തീർന്നിട്ടില്ല. അതിനിടയിൽ എൻ്റെ ഒരു പ്രഗ്നൻസി വന്നത് കാരണം നമുക്ക് രണ്ടുപേർക്കും ഇനിയും ഒരു പേപ്പർ പെൻഡിങ് ആണ്. അപ്പോൾ വിഷ്ണു തുടരെ തന്നെ എഴുതിയെടുത്ത് വിഷ്ണുവിന് ഇഷ്ടമുള്ള കാര്യം എഴുതിയെടുക്കുന്നതായിരിക്കും. ഞാൻ എന്തായാലും PR-നാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു PR ആണോ സിറ്റിസൺഷിപ്പാണോ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. അതിനനുസരിച്ചിട്ടായിരിക്കും ഫ്യൂച്ചറിൽ ഇവൻ്റെ സിറ്റിസൺഷിപ്പ് മാറോ ഇല്ലേ എന്നൊക്കെ പറയാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ അത്രയൊന്നും ചിന്തിച്ചിട്ടില്ല. തൽക്കാലം നമ്മൾ രണ്ടുപേരും ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവനും ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടാണ് ജനിച്ചത്. അപ്പോൾ ഇത് ഞാൻ കുറേ വ്ളോഗ്സിൽ ചെറുതായിട്ട് പറഞ്ഞുവെന്നുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ചൊരു നോളേജ് ഷെയറിങ് ആണല്ലോ ഇത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അമ്മയും അച്ഛനോടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ തൊട്ടിട്ട് ഭയങ്കര മൈഗ്രെയിൻ, ഒരു രക്ഷയില്ലാത്ത മൈഗ്രെയിൻ ആണോ സൈനസ് ആണോ എന്ന് മനസ്സിലാവാത്തൊരു സംഗതി. അപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങി നമ്മൾ നേരെ വീട്ടിൽ പോട്ടെ. കുറച്ചു നേരം കിടക്കണം എന്നൊരാഗ്രഹം. പറ്റില്ല. അത് ഇന്നത്തെ ഒരു ലേണിംഗ് നമ്പർ 1 ആണ്. നമ്മൾ 12:30 ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ 10:30 റെഡി ആവണം. അല്ല, അതിനുശേഷം ചിലപ്പോൾ ഇവൻ അപ്പിയിടാം, ചിലപ്പോൾ ഇവൻ കക്കാം, ചിലപ്പോൾ അവന് വിശക്കാം, ചിലപ്പോൾ അവന് മൂഡ് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു 2 മണിക്കൂറെങ്കിലും എക്സ്ട്രാ കാണണമെന്നാണ് എനിക്ക് ഇന്നത്തെ എക്സ്പീരിയൻസ് മനസ്സിലായത്. അമ്മ എന്നിട്ട് 1 മാസം ആവാനായി. എങ്ങനെ ഉണ്ടായിരുന്നു? 1 മാസം ടപ്പേന്ന് പോയാൽ അതോ മെല്ലെയാണോ പോണത്, അതോ പെട്ടെന്ന് 2 മാസം കൂടെ പോയി കിട്ടിയാൽ മതി? സമയം രാവിലെ 6 മണിയാവും, രാത്രി 11 മണി. അമ്മ പറയുന്ന നാട്ടില് അമ്മക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിരുന്നു. പക്ഷെ ഇവൻ ഉണ്ടായതിനു ശേഷം അതുവരെ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നില്ലേ? അമ്മയ്ക്ക് കുറെ നിർബന്ധങ്ങളുണ്ട്. ഡെയിലി ഇവന്റെ ഡ്രസ്സ് വാഷ് ചെയ്യണം, അങ്ങനത്തെ അമ്മയുടെ നിർബന്ധങ്ങളാണ്. 2 ദിവസം കൂടുമ്പോഴൊക്കെ അല്ല, കക്കിയ തുണികൾ നമ്മൾ വേറെ വാഷ് ചെയ്യണം. അല്ലാത്ത ഡ്രസ്സൊക്കെ അമ്മ 2 നേരം ഇവനെ പ്രോപ്പർലി അമ്മ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കുന്നു. നമ്മള് ഇവിടെ 1 നേരമൊക്കെ തന്നെ അധികം ചൂടിൽ തണുപ്പുള്ള സമയത്ത് 1 നേരമൊക്കെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. എനിക്ക് എന്തൊരു തലവേദനയാണത്, ഭയങ്കര തലവേദന. ആവി പിടിക്കുന്ന സാധനം. സിനാറസ്റ്റ് ഞാൻ കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ സൈനസ് വരുന്ന സമയത്ത്. പക്ഷെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് സിനാറസ്റ്റ് കഴിക്കരുതെന്ന് വിഷ്ണു എവിടുന്ന് കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ശരിയായിരിക്കും കേട്ടോ ചിലപ്പോ. പക്ഷെ എനിക്ക് തലവേദന ഒരു രക്ഷയില്ല. എന്റെ ഈ ഏരിയ ഒക്കെ ബ്ലോക്ക്ഡ് ആയിരിക്കണോ? അല്ല, ഞാൻ എവിടെ പോവാനാ?
ഞാൻ ഉറക്കത്തിലായിരുന്നു. ഞാനൊരു ഗാർഡൻ നിദ്രയിൽ ഏർപ്പെട്ടു. ഭയങ്കര തലവേദന, ഉറക്കം. ഡൻഹാഗ് യാത്ര എങ്ങനെ ഉണ്ടായി? എനിക്കും അമ്മയ്ക്കും മൈഗ്രെയിൻ ഉണ്ട്. ഓരോരുത്തർക്കും മൈഗ്രെയിന് ഓരോ ട്രിഗർ പോയിന്റ്സ് ഉണ്ടായിരിക്കും. എൻ്റെ ട്രിഗർ പോയിന്റ് 2 കാര്യമാണ്. ഒന്ന് ചൂടും, ഒന്ന് സൺലൈറ്റും. പിന്നെ ഇടയ്ക്ക് എനിക്ക് ഈ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുള്ള പൂരിയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ചൂട് കുറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മൈഗ്രെയിൻ നല്ല കൺട്രോളിലായിരുന്നു. പക്ഷെ ഇന്നെന്തോ മൈഗ്രെയിൻ ഇളകിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഞാൻ ഈ ബെഡ് കിടന്നതേ ഓർമ്മയുള്ളൂ. ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര തലവേദന എടുത്ത് ഇങ്ങനെ ഒരുമാതിരി അവസ്ഥയിൽ കൂടെ പോകാന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. എനിക്ക് ഇപ്രാവശ്യത്തെ മൈഗ്രെയിൻ ആണോ സൈനസ് ആണോ എന്ന് മനസ്സിലാവുന്നില്ല. ഈ സൈനസും അസിഡിറ്റിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇൻഡസ്റ്റൈനും അതേപോലെ തന്നെ യൂട്രസും യൂറിനറി ബ്ലാഡറും ഒക്കെ പഴയ പൊസിഷനിലോട്ട് തിരിച്ചുപോയി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ആസിഡിറ്റി കുറച്ച് കൂടുന്നത് പോലെ ഫീൽ ചെയ്തേക്കാം. അതിന്റെ ഭാഗമായിട്ടൊന്നല്ല കേട്ടോ, അവര് ആ പ്രോസസ്സ് ഇങ്ങനെ മുഴുവൻ പറഞ്ഞ് അതിന്റെ ഒപ്പം തന്നെ അവർ പറഞ്ഞു നോർമലി ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 വീക്സ് വയറൊക്കെ ഒന്ന് സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് നല്ല അസിഡിറ്റി ഉണ്ടായിരുന്നു. ആ അസിഡിറ്റി കൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര സൈനസ് പോലെ ഫീൽ ചെയ്യുക, ഒപ്പം മൈഗ്രെയിൻ പോലെയും ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സൈനസ് ആണോ മൈഗ്രെയിൻ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും നല്ല രസമുണ്ട്. ഞാൻ 2 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര അട കഴിക്കാൻ വേണ്ടി തോന്നിയായിരുന്നു കേട്ടോ. അപ്പം അമ്മ അട ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇവിടെ വിഷ്ണു ഡയപ്പർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വ്ളോഗിൽ ഒരു ടൈമർ ഓടിക്കൊണ്ടിരിക്കുന്നു, പുള്ളി എണീറ്റ് കഴിഞ്ഞാൽ പാല് കിട്ടാൻ വേണ്ടി. ആ ഒരു ടൈമറിനകത്താണ് ഇപ്പോൾ വിഷ്ണു മാറ്റുന്നത്. ടൈമർ അവസാനമായതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു തൊണ്ണു കാണിച്ചിട്ടുള്ള ഒരു കരച്ചിൽ നമുക്ക് അധികം വഴുകാതെ കാണാൻ വേണ്ടി കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. വിശക്കൊണ്ട് തോന്നുന്നു. എനിക്ക് ശർക്കരട ഭയങ്കര ഇഷ്ടമുള്ളൊരു പലഹാരം കേട്ടോ. അമ്മമ്മ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇഷ്ടം കൂടുതലുണ്ട്. പക്ഷെ അമ്മമ്മ ഉണ്ടാക്കുന്ന അട കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അടയാണ്. അമ്മയുടെ അട കഴിച്ചുകൊണ്ടത് പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല. അമ്മയുടെ അട അടിപൊളിയാണ്, പക്ഷെ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന അട കുറച്ചും കൂടി ഇഷ്ടമാണ് കേട്ടോ. ഈവൻ ഇപ്പോൾ ഈ വളർച്ച മുന്തുന്ന സമയമാണ് കേട്ടോ. ഈ ഗ്രോത്ത് സ്പ്രൗട്ട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സമയം ചെറുതായിട്ട് മുകളിലിങ്ങനെ തരിതരിങ്ങനെ പൊങ്ങുക, പിന്നെ ചെറുതായിട്ട് ടെമ്പറേച്ചർ ഒരു വ്യത്യാസമൊക്കെ വരും. നമ്മളിവിടെ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ബാക്കി റുട്ടീൻ ചെക്കപ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് അവരുടെ ഗ്രോത്തിൽ വരുന്ന ഒരു കാര്യമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വിശപ്പിന് ചെറിയ വ്യത്യാസവും ഉറക്കത്തിൽ ചെറിയ ഡിസ്റ്റർബൻസും ഒക്കെ ഉണ്ട് യുവിക്ക്. ഇവിടെ ക്രാംസോർഗ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഡേ 8 തൊട്ടിട്ട് ഇവിടെ നെതർലൻഡ്സിൽ പിള്ളേർക്ക് വൈറ്റമിൻ കെയും ഡിയും കൊടുക്കും. വൈറ്റമിൻ കെ നമ്മൾ ഫോർമുലയാണ് ഫീഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് 500 ml കൂടുതൽ ഫോർമുല കൊടുക്കുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ കെ നമുക്ക് ഒഴിവാക്കാം. അത് ആദ്യത്തെ 3 മാസമാണ്. അത് കഴിഞ്ഞ് വൈറ്റമിൻ ഡി നമ്മൾ സ്ഥിരമായിട്ട് ആദ്യത്തെ 4 വർഷം പിള്ളേർക്ക് കൊടുക്കണം. കാരണം ഇവിടെ സൺലൈറ്റിൻ്റെ ചെറിയ ഡിഫറൻസും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അമ്മയും അച്ഛനും അവരുടെ റുട്ടീൻ ഈവനിങ് വാക്കിന് പോയിരിക്കുകയായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചെത്തി. അമ്മയും അച്ഛനും വന്നിട്ടാണ് വിഷ്ണു ജിമ്മിൽ പോവാറ്. വിഷ്ണു ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ജിമ്മിൽ പോകാറുണ്ട് കേട്ടോ. ഒന്നാമത് നമ്മളൊരു പുതിയ റുട്ടീനും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റഡ് ആയി വരുമ്പോൾ 1 മണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു ഫീൽ ആയിരിക്കുമല്ലോ. അപ്പോൾ വിഷ്ണു 1 മണിക്കൂർ ജിമ്മിൽ പോകാറുണ്ട്. ഞാൻ എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സും ഏകദേശം 1 മണിക്കൂർ വീടിൻ്റെ പുറത്ത് സ്പെൻഡ് ചെയ്യും കേട്ടോ. അതായത് ഫുൾ നടക്കണം എന്നൊന്നുമില്ല, പാർക്കിൽ പോയി ചുമ്മാ ഇരിക്കുക, ചുമ്മാ ലേക്ക് നോക്കിയിരിക്കുക, അങ്ങനെ ഒരു മീ ടൈം എനിക്ക് വേണ്ടി കണ്ടെത്താൻ എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സും ഞാനും ട്രൈ ചെയ്യാറുണ്ട്. എനിക്കും വിഷ്ണുവിനും ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന അധികം കാര്യങ്ങളും പുതിയ എക്സ്പീരിയൻസും ആണല്ലോ. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ചിലപ്പോൾ മുന്നേ ചെയ്തിരുന്ന ഇഷ്ടത്തോടു കൂടെ ചെയ്തിരുന്ന മുന്നത്തെ പല കാര്യങ്ങളും നമുക്ക് മാറ്റി വെക്കേണ്ടി വന്നേക്കാം. പക്ഷെ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും എല്ലാ താല്പര്യങ്ങളും നമ്മൾ കുറേ കാലത്തോളം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഫ്രസ്ട്രേഷൻ വരാനുള്ളൊരു സാധ്യത ഉണ്ട് നമുക്ക് തോന്നി. അതുകൊണ്ട് നമ്മൾ ഇനീഷ്യലി ഒരു 1-2 വീക്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചൊരു കാര്യമായിരുന്നു, ഡെയിലി കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടി കണ്ടെത്തണം. അതായത് വിഷ്ണുവിന് വേണ്ടിയും ഞാൻ എനിക്ക് വേണ്ടിയും. മുന്നത്തെ പോലെ വിഷ്ണുവിന് ജിമ്മിൽ പോകാനും എനിക്കിപ്പോൾ പുറത്ത് നടക്കാൻ പോകാനും ഒക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം കുറച്ചൊരു പ്ലാനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് വിഷ്ണു വീട്ടിൽ അവൈലബിൾ ആയിരിക്കണം. വിഷ്ണു ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും കൂടെ ആ 1 മണിക്കൂർ ചെയ്യേണ്ടി വരും. വിഷ്ണു ജിമ്മിൽ പോകുന്ന സമയത്ത് വിഷ്ണു ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനും ആ 1 മണിക്കൂർ ഒന്ന് ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും. പക്ഷേ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് 2 പേർക്കും തോന്നി കേട്ടോ. കാരണം ആദ്യത്തെ ഒരു 2-2.5 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് 2 പേർക്കും കുറച്ച് സമയം അതിന് ശേഷം നമ്മൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഈ ഒരു പേരൻറ്ഹുഡ് കുറച്ചും കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ അങ്ങനെയാണ് ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഋതം കണ്ടെത്തിയിട്ടുള്ളത്. ഈവനിങ് ആയി കഴിഞ്ഞാൽ ഞാൻ യുവിനെ കുറച്ച് നേരം താഴെ കൊണ്ട് കിടത്തു കേട്ടോ. കാരണം ഈ ഒരു റൂം അപ്പോഴാണ് നമുക്കൊന്ന് വിൻഡോ ഒക്കെ തുറന്നിട്ട് കുറച്ച് വായു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പോകാൻ പറ്റുക. പിന്നെ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ ആ സമയത്താണ് ഞാനൊന്ന് മാറ്റി വിരിക്കുകയും ചെയ്യാം. ഈ ഒരു വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ?
നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് നോക്കിയാലുള്ള നമ്മുടെ ഡച്ച് നെയ്ബർഹുഡ് കാണുന്നതാണ് കേട്ടോ ഇത്. ഈ അടുത്തുള്ളതാണ് നമ്മുടെ അടുത്തുള്ള റോ ഹൗസും കാര്യങ്ങളും ഒക്കെ. ഇതാണ് നമ്മുടെ ഗാർഡൻ. ഇത് തൊട്ടപ്പുറത്തും ഇപ്പുറത്തെയൊക്കെ ഗാർഡനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വിൻഡോയിൽ നോക്കിയാലുള്ള വ്യൂ. എനിക്ക് തോന്നുന്നു ഞാൻ ഇത് ഏതോ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ലോങ് വീഡിയോയിൽ ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല എന്നാണ് കേട്ടോ എൻ്റെ ഓർമ്മ. വിഷ്ണു ദേ വേഷവിധാനങ്ങളൊക്കെ മാറി ജിമ്മിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി പുള്ളി ജിമ്മിലൊക്കെ പോയി വരട്ടെ. എന്നോട് ആദ്യത്തെ 6 ആഴ്ച വാക്യൂം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അമ്മയും വിഷ്ണുവും അച്ഛനും ഒക്കെയാണ് ഇവിടെ വാക്യൂമിങ് പരിപാടി ചെയ്യാറ്. വാക്യൂം ചെയ്യാതിരിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, എവിടുന്നൊക്കെ പൊടി വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. യുബി ബോയ് പാലൊക്കെ കുടിച്ച് വയറൊക്കെ വീർത്ത് നല്ല ഉറക്കത്തിലാണ്. ഇനി കുറച്ച് നേരം എന്തായാലും അവൻ കിടന്നുറങ്ങും. അപ്പോൾ ആ സമയത്ത് ഞാനൊന്ന് പോയി കുളിച്ചൊക്കെ ഒന്ന് വരട്ടെ. നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും വേണ്ടപ്പോൾ മുന്നേ ചെയ്തിരുന്ന പോലെ ചെയ്യാനൊന്നും ഇപ്പോൾ പറ്റില്ല കേട്ടോ. ചെറിയൊരു പ്ലാനിങ് ആവശ്യമാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ രണ്ടുപേരും പല റിതംസ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലുമൊക്കെ ചെയ്തിട്ട് നല്ലൊരു പേരൻസും കൂടെ ആവാൻ പറ്റുക എന്നുള്ളത്. കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. മുന്നേ ഞാൻ അധികം ക്ലീൻ ചെയ്തിരുന്നൊരു സ്ഥലം കിച്ചണായിരുന്നു. പക്ഷേ ഇപ്പോൾ കിച്ചൺ നമ്മുടെ കൺട്രോളിലാണല്ലോ. അതുകൊണ്ട് അമ്മയാണ് ആ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഞാൻ കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ ഈ ബെഡ്റൂമിലാണ്. ഇവൻ ജനിക്കുന്നതിൻ്റെ മുന്നേ ഈ ബെഡ്റൂമിൽ ഈ ഒരു ബെഡും ഈ 2 ബെഡ് സൈഡ് ടേബിളും മാത്രമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ കാണുന്ന ഫോട്ടോ ഫ്രെയിംസും ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞൊരു 5-6 മാസത്തിൽ റെഡിയാക്കി എടുത്തതാണ്. പക്ഷേ എനിക്ക് മൊത്തത്തിൽ ഇപ്പോൾ ഈ റൂമിങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു ഭംഗി തോന്നുന്നുണ്ട്. യുവി ബോയ് പിന്നെ കറക്റ്റ് സമയമായി കഴിഞ്ഞാൽ എണീക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, വാച്ച് കെട്ടി കിടക്കുന്ന പോലെയാണ്. കൃത്യം 3 മണിക്കൂർ കഴിഞ്ഞാൽ പുള്ളി പാലിന് വേണ്ടി എണീക്കും. അപ്പോൾ ഇനി ഞാനും അമ്മയും കൂടെ ഇവനെ ഫീഡൊക്കെ ചെയ്ത് ഇവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇവനൊന്ന് ഉറക്കട്ടെ. അതോടുകൂടെ ഇന്നത്തെ ഒരു പരിപാടി ഏകദേശം തീരുകയാണ്. പിന്നെയും കറക്റ്റ് 3 മണിക്കൂർ കഴിഞ്ഞാൽ പുള്ളി എണീക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ. ഇവൻ ഉറങ്ങിയതിന് ശേഷം വെൻസ്ഡേയ്സും ഫ്രൈഡേയ്സും ഞാനും വിഷ്ണുവും കൂടെ ഒരു ചെറിയ മൂവി എന്തെങ്കിലും കാണാനിരിക്കും കേട്ടോ, നമുക്കൊരു ടൈം എന്നുള്ളത് പോലെ. പിന്നെ അധിക ദിവസവും ഡിന്നറൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇവനൊക്കെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു 10-15 മിനിറ്റ് കണ്ണടച്ചിരുന്ന് ഒന്ന് അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കും. എനിക്ക് നന്ദി പറയാനുള്ളവരോടൊക്കെ ഒന്ന് നന്ദി പറയും. അങ്ങനത്തെ ഒരു ചെറിയ പരിപാടി ഞാനൊന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ അതോടുകൂടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തീരുകയാണ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യമായിട്ടൊന്നുമില്ല, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നടന്ന ചെറിയ കുറച്ച് കാര്യങ്ങൾ. നമ്മൾ രണ്ടുപേരും ഈ ഒരു പുതിയ ലൈഫ് സ്റ്റൈലായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എനിക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ വീഡിയോയിൽ കാണിക്കാനുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.